ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ തമ്പനയിൽ കണ്ടതാണ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം, ഇല്ലെങ്കിൽ അല്ലാത്ത പക്ഷം. നമ്മൾ ഈ രീതിയിൽ മലയാളത്തിൽ ധാരാളം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അല്ലേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പറയാണ്, നീ അവനെ ക്ഷണിക്കണം, അല്ലാത്ത പക്ഷം അവൻ വരില്ല. നീ അവനെ ക്ഷണിക്കണം, അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ അവൻ വരില്ല. നീ അവനോട് ചോദിക്കണം, അല്ലെങ്കിൽ അവൻ അത് വേറെ ആർക്കെങ്കിലും നൽകും. നീ അവനോട് ചോദിക്കണം, അല്ലാത്ത പക്ഷം അവൻ അത് വേറെ ആർക്കെങ്കിലും നൽകും. നീ നന്നായി മനസ്സിലാക്കാതെ നീ ഒന്നും സമ്മതിക്കരുത് അല്ലേ. നീ നന്നായി മനസ്സിലാക്കാത്ത പക്ഷം നീ ഒന്നും സമ്മതിക്കരുത്. തന്നെ അത്യാവശ്യ ഘട്ടമല്ലെങ്കിൽ നീ എന്നെ വിളിക്കരുത്. അതായത് അത്യാവശ്യത്തിന് മാത്രം വിളിക്കണം എന്നാണ് പറയുന്നത്. അത്യാവശ്യ ഘട്ടമല്ലാതെ അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടമല്ലെങ്കിൽ നീ എന്നെ വിളിക്കരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ലെങ്കിൽ അല്ലാത്ത പക്ഷം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് അൺലെസ്. ഈ വേർഡാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അൺലെസ്, അല്ലാത്ത പക്ഷം, ഇല്ലെങ്കിൽ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: നീ അവരെ ക്ഷണിക്കണം, അല്ലാത്ത പക്ഷം അവർ വരില്ല. നീ അവരെ ക്ഷണിക്കണം, അല്ലാത്ത പക്ഷം അവർ വരില്ല. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് അൺലെസ് എന്ന വേർഡ് വെച്ചിട്ട് തന്നെയാണ്. ഇങ്ങനെയാണ് ഇത് പറയുന്നത്: They won't come unless you invite them. They won't come. അവർ വരില്ല, വരുന്നില്ല. Unless, അല്ലാത്ത പക്ഷം, ഇല്ലെങ്കിൽ, എന്തില്ലെങ്കിൽ? You invite them. നീ അവരെ ക്ഷണിക്കുന്നില്ല എങ്കിൽ, ക്ഷണിക്കാത്ത പക്ഷം അവരെന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അങ്ങനെ വലിഞ്ഞു കയറി വരുന്ന ആളുകളൊന്നുമല്ല അവർ. ഒന്നുകൂടെ പറയാം: They won't come unless you invite them. നീ അവരെ ക്ഷണിക്കാത്ത പക്ഷം അവർ വരില്ല. അവിടെ അൺലെസ് എന്ന് പറഞ്ഞാൽ അല്ലാത്ത പക്ഷം, ഇല്ലെങ്കിൽ എന്നൊക്കെയാണ് അർത്ഥം. ഇനി മറ്റൊരു വാചകം നമ്മൾ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ്: നീ അവനോട് ചോദിക്കാത്ത പക്ഷം അവനത് മറ്റാർക്കെങ്കിലും കൊടുക്കും, മറ്റാർക്കെങ്കിലും നൽകും. നീ അവനോട് ചോദിക്കാത്ത പക്ഷം അല്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ അൺലെസ് യു ആസ്ക് ഹിം he will give it to someone. അൺലെസ് യു ആസ്ക് ഹിം, നീ അവനോട് ചോദിക്കാത്ത പക്ഷം, ചോദിക്കുന്നില്ല എങ്കിൽ he will give it to someone. അവനത് മറ്റാർക്കെങ്കിലും നൽകുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി മറ്റൊരു രസകരമായൊരു വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നീ വ്യക്തമായി മനസ്സിലാക്കാത്ത പക്ഷം ഒന്നും നീ അംഗീകരിക്കരുത്, ഒപ്പുവെക്കരുത്, സമ്മതിക്കരുത്. ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ. വ്യക്തമായി മനസ്സിലാക്കാത്ത പക്ഷം നീ അത് സമ്മതിച്ചു കൊടുക്കരുത്. എങ്ങനെയാ പറയാ? Don't agree anything unless you clearly understand it. Don't agree anything. ഒന്നും നീ എഗ്രി ചെയ്യരുത്. unless you clearly understand it. നീ അത് വ്യക്തമായി മനസ്സിലാക്കാത്ത പക്ഷം അല്ലെങ്കിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യരുത്, അത് സമ്മതിക്കരുത്, അതിന് സമ്മതം മൂളരുത്. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: അത്യാവശ്യമല്ലാത്ത പക്ഷം, എമർജൻസി അല്ലാത്ത പക്ഷം നീ എന്നെ വിളിക്കരുത്. ഞാൻ ഒരുപാട് തിരക്കിലായിരിക്കും, അപ്പോൾ എന്തെങ്കിലും എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക, അല്ലാത്ത പക്ഷം വിളിക്കരുത്. എങ്ങനെയാ പറയാ? ഡോണ്ട് കോൾ മീ അൺലെസ് ഇറ്റ്സ് എ റിയൽ എമർജൻസി. ഡോണ്ട് കോൾ മീ, എന്നെ വിളിക്കാൻ പാടില്ല, അൺലെസ് ഇറ്റ്സ് എ റിയൽ എമർജൻസി. ശരിക്കുമുള്ള ഒരു അത്യാവശ്യമായ ഒരു എമർജൻസി അല്ലാത്ത പക്ഷം നീ എന്നെ വിളിക്കരുത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നീ നന്നായി ഹാർഡ് വർക്ക് ചെയ്യാത്ത പക്ഷം നീ ഇംഗ്ലീഷിന് ഫെയിലാവും. നീ നന്നായി ഹാർഡ് വർക്ക് ചെയ്യാത്ത പക്ഷം നീ ഇംഗ്ലീഷിന് പരാജയപ്പെട്ടു പോകും എന്ന് പറയാണ്. അപ്പോൾ എങ്ങനെയാ അത് പറയാം? യു വിൽ ഫെയിൽ ഇൻ ഇംഗ്ലീഷ് അൺലെസ് യു വർക്ക് ഹാർഡർ. യു വിൽ ഫെയിൽ ഇൻ ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷിന് തോറ്റുപോകും, പരാജയപ്പെട്ടു പോകും. അൺലെസ് യു വർക്ക് ഹാർഡർ, നീ കഠിനമായി വർക്ക് ചെയ്യാത്ത പക്ഷം, നീ നന്നായി പഠിക്കാത്ത പക്ഷം, നന്നായിട്ട് പ്രവർത്തിക്കാത്ത പക്ഷം നീ ഇംഗ്ലീഷിന് പരാജയപ്പെട്ടു പോകും. അവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ, പഠിച്ചില്ലെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട് അല്ലേ. യെസ്. ഇനി മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നീ അങ്ങോട്ട് പ്രകോപിപ്പിക്കാത്ത പക്ഷം അവർ നിന്നെ അറ്റാക്ക് ചെയ്യില്ല. ഒരു അല്ലേ പട്ടാളക്കാരോടൊക്കെ പറയുന്നത് പോലെയാണ്: നീ അവരോട് എന്തെങ്കിലും ചെയ്താലേ അവർ നിന്നെ എന്തെങ്കിലും ചെയ്യുള്ളൂ. നീ അവരെ പ്രകോപിപ്പിക്കാത്ത പക്ഷം,
അല്ലെ, അവരെ പ്രവോക്ക് ചെയ്യാത്ത പക്ഷം അവർ നിന്നെ ഒന്നും ചെയ്യില്ല, അറ്റാക്ക് ചെയ്യില്ല. ഡോൺ വറി എന്ന് പറയാണ്. എങ്ങനെയാ പറയാ? ദേ വിൽ നോട്ട് അറ്റാക്ക് യു അൺലെസ് യു പ്രവോക്ക് ദം. ദേ വിൽ നോട്ട് അറ്റാക്ക് യു, അവർ നിന്നെ അറ്റാക്ക് ചെയ്യില്ല, ആക്രമിക്കില്ല. അൺലെസ് യു പ്രവോക്ക് ദം, നീ അവരെ പ്രകോപിപ്പിക്കാത്ത പക്ഷം. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നെഞ്ചിൽ തുള വീഴാൻ ചാൻസ് ഉണ്ട്. ദേ വിൽ നോട്ട് അറ്റാക്ക് യു അൺലെസ് യു പ്രവോക്ക് ദം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അൺലെസ് എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തീർച്ചയായും വളരെ ഉപയോഗപ്രദമായൊരു വാക്ക് തന്നെയല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അൺലെസ് പോലത്തെ നല്ല നിലവാരമുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.